ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ചൂടാണ്. അതായത് ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ചൂടാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ AC ഇട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ AC ഇട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം AC യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ AC-ക്കകത്തുള്ള കൂളിംഗ് നമുക്ക് കൂട്ടാം, AC യൂസ് ചെയ്യുന്നതുകൊണ്ട് വാഹനത്തിൻ്റെ മൈലേജ് കുറയാതിരിക്കാൻ ശ്രമിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ജസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വാഹനത്തിൽ നോർമലായിട്ട് കയറി AC ഇടുന്ന രീതിക്ക് നമുക്ക് അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ വാഹനത്തിൽ ഇതുപോലൊരു യാത്രയൊക്കെ പോകാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് വാഹനം ഒരുപാട് നേരം വെയിലത്താണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഒരുപാട് നേരം വെയിലത്ത് കിടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാഹനത്തിലോട്ട് വന്ന് കയറുന്ന സമയത്ത് ഭയങ്കര രീതിക്ക് ചൂടായിരിക്കും. നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാടുപെടും. അന്നേരം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വാഹനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഡോർ ഒന്നിങ്ങനെ തുറക്കേ അടയ്ക്കുക, ഇത് ചെയ്യുന്ന നല്ലൊരു ഫംഗ്ഷനാണ്. അപ്പം രണ്ട് സൈഡിലെയും ഡോറും കൂടെ, ഒരു ഡോർ മാത്രം തുറന്നിട്ടിട്ട് കാര്യമില്ല. ഇനി നമ്മൾ സിംഗിളായിട്ടാണ് വരുന്നത്, അതായത് നമ്മളിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, എനിക്ക് എല്ലാ ഡോറും കൂടി ഇങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ കയറി കഴിഞ്ഞ് കീ ഓൺ ചെയ്ത് 4 ഡോറിൻ്റെ ഗ്ലാസും താത്തിടുക. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതായത് 4 ഡോർ ഗ്ലാസും കൂടെ താത്തിട്ട് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിനകത്ത് കുറച്ച് പുറത്തുനിന്നുള്ള എയറും കൂടെ കയറുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിക്കോളും. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്യുക. AC ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇൻറ്റേർണൽ ഔട്ട്സൈഡ് സർക്കുലേഷൻ ഉണ്ടെന്നുള്ളത്. ഒന്ന് ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇടുക. അന്നേരമുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കുലേഷൻ മോഡും കൂടെ വർക്ക് ആയിക്കോളും. എന്നിട്ട് AC ഫുൾ സ്പീഡിലിടുക. ടെമ്പറേച്ചർ വല്ലതും കൂടിയോ വല്ലതാണ് കിടക്കുന്നതെങ്കിൽ ഏറ്റവും തണുത്ത കണ്ടീഷൻ, അതായത് ഏറ്റവും കോൾഡ് മോഡിലിടുക. ഈ സർക്കുലേഷൻ മോഡിനകത്ത് ഫേസിലോട്ടുള്ള മോഡ് തന്നെ ഇട്ടാലും പ്രശ്നമില്ല. ഇനി കാലിലോട്ടുള്ള ഇടുകയാണെങ്കിൽ അതും നല്ലതാണ്. അതായത് ഫേസും കാലും താഴത്തെ പോർഷനിലോട്ടും കൂടെ തണുപ്പ് കയറി വന്നോളൂ. അതായത് ഈ ഫ്രണ്ടിൽ നിന്നും താഴത്തെ പോർഷനിൽ നിന്നും തണുപ്പ് പെട്ടെന്ന് കയറി വരും. അങ്ങനെ തണുപ്പ് പെട്ടെന്ന് കയറി വരുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് കൂളാകാനുള്ളൊരു ചാൻസ് കൂടുകയാണ്. അതായത് അകത്തുള്ള ചൂട് പെട്ടെന്ന് പുറത്തോട്ട് പോയിക്കോളും. നമ്മുടെ 4 ഡോർ ഗ്ലാസും ഓപ്പൺ ആണ്, അത് നിങ്ങൾ മറക്കരുത്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരല്പമെങ്കിലും ഒരു വ്യത്യാസം വരും. ഈ തണുപ്പ് കൂടെ കയറി വരുമ്പോഴത്തേക്കും ഒരല്പം വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുമ്പോഴത്തേക്കും നേരെ ഇൻറ്റേർണൽ സർക്കുലേഷനിലോട്ട് മാറ്റുക. ഇനി പുറത്തുനിന്നുള്ള പൊടി മതി. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലാസ്സുകൾ 4 തുറന്ന് കിടക്കുകയാണ്, 4 കയറ്റിയിടരുത്. ഡ്രൈവർ സൈഡിൽ, അതായത് ഈ ഡ്രൈവർ സൈഡിൽ വരുന്ന ഈ ഒരു ഗ്ലാസ് കയറ്റിയിടുക, മേളിലോട്ട് കയറ്റുക. ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്, അതായത് നമ്മുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് തുറന്ന് കിടന്നോട്ടെ, ബാക്ക് റൈറ്റ് സൈഡിലെ ഗ്ലാസും തുറന്ന് കിടന്നോട്ടെ, ബാക്ക് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് അടച്ചിടുക. ഈ പറയുന്ന രീതിക്ക് 2 സൈഡും, അതായത് ഫ്രണ്ട് ലെഫ്റ്റും ബാക്ക് റൈറ്റ് ഗ്ലാസ് ഓപ്പൺ ആണ്. ഇനി വാഹനം ഓടുന്ന സമയത്ത്, പക്ഷേ അത് ഫുൾ ഓപ്പൺ ചെയ്യരുത്, ഇപ്പോൾ ഫുൾ ഓപ്പണായി കിടന്നോട്ടെ. വാഹനം ഓടാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടുന്ന് ഒരു അല്പം കയറ്റുക. ഈ ഒരു ഗ്ലാസ്, അതായത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് ഒരു പകുതിയോളം മാത്രം ഓപ്പൺ ആക്കി വെക്കുക. അതായത് ഒരു പകുതി പോർഷൻ ഓപ്പൺ ആക്കി വെക്കുക. ബാക്ക് സൈഡിലെ ഗ്ലാസും ആ ഒരു രീതിക്ക് പകുതി വരെ പോകേണ്ടത്, കുറച്ച് അതിന് ഫുൾ ഓപ്പൺ ആയി കിടന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അതിലേക്ക് കാറ്റ് കയറി ഈ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഈ വാഹനത്തിനകത്തുള്ള ചൂട് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോകും. കാരണം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിനകത്തുള്ള ഹീറ്റ് പെട്ടെന്ന് പോകുന്നതായിരിക്കും. അങ്ങനെ പോയതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നോർമലിലോട്ട് തിരിച്ച് കൊണ്ടുവരാം. നോർമൽ ഫേസിലെ പൊസിഷൻ, സ്പീഡ് ഏകദേശം ഒരു 2, ഉച്ച സമയമാണെങ്കിൽ 2, ഇനി 2 വേണ്ട 1-ലാണല്ലോ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ അങ്ങനെ പോവുക. കാരണം സ്പീഡ് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ വാഹനത്തിൻ്റെ പുറകെ ഇരിക്കുന്ന വ്യക്തികൾക്ക്, അതായത് ഫ്രണ്ട് പാസഞ്ചർ അല്ല ബാക്കി ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു വലിയ ഇഷ്യൂ ആണ്, പുറകിൽ തണുപ്പ് കിട്ടുന്നില്ല, എന്നാൽ അതേ സ്ഥാനത്ത് ഫ്രണ്ടിൽ നല്ല രീതിക്ക് തണുപ്പ് കിട്ടുന്നുണ്ട്. എങ്ങനെ വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മുഖത്തോട്ട് വെക്കുന്നതിന് പകരം നേരെ ബാക്കിലത്തെ പൊസിഷനിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇതും ഈ സൈഡിലത്തെ, ഈ വാഗണാറിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഇങ്ങനെ ഒരു പോർഷനിൽ, ഈ ഒരു പോർഷനിൽ കൊണ്ട് വയ്ക്കുന്നുള്ളതുകൊണ്ട് ബാക്കിലോട്ട് അധികം പോകത്തില്ല. എന്നാലും മാക്സിമം ബാക്കിലോട്ട് കിട്ടുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക. ഇതെല്ലാം ബാക്കിലോട്ട് കിട്ടുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ പുറകിലോട്ട് കാറ്റ് കിട്ടുന്നതിനനുസരിച്ച്, അതായത് പുറകിലോട്ട് പോകുന്നതനുസരിച്ച് നമുക്കും ചെറിയൊരു ഹീറ്റ് ഫീൽ ചെയ്യും. അതിനനുസരിച്ച് നമ്മളും കൂട്ടിയിടും. ഇതിന് ചുറ്റും ഏകദേശം, അതായത് ഈ വാഹനത്തിൻ്റെ ക്യാബിനകത്ത് മുഴുവൻ ഒരു ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ആയിക്കുള്ളൂ. ബാക്കി ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഞാൻ ഈ പറഞ്ഞ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും.